ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ ലോക രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ സന്ദേശം യൂട്യൂബ് വഴി കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനിമിഷം ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് ഒരുമിച്ച് കടന്നു വരാമല്ലോ. 136 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വേറെ ആരും എഴുതിയതല്ല, ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് 136 സങ്കീർത്തനം. ആമേൻ. പുറപ്പാട് പുസ്തകത്തിൽ ചെങ്കടലിനെ വിഭാഗിച്ച സ്വർഗത്തിലെ ദൈവം ആ അത്ഭുതങ്ങളെ ദാവീദ് 136 സങ്കീർത്തനത്തിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ അത്ര പ്രതിസന്ധിക്കകത്ത് നിൽക്കുന്ന ദാവീദിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം എന്ന് തുടങ്ങി 26 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ 24 വാക്യവും 23 വാക്യം മുതൽ 26 വാക്യം വരെ വായിക്കുമ്പോൾ പറയും, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ ഉലകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആമേൻ, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഉയർച്ചയാണ്. സ്തോത്രം. എന്നാൽ താഴ്ച ആരും ആഗ്രഹിക്കുന്നതല്ല. എല്ലാവരും ഉയർച്ചയിലേക്ക് നിന്ന് ഉയർച്ചയിലേക്ക് പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്നാൽ ദാവീദ് പറയുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രശ്നത്തിനും പരിഹാരമെന്ന് പറയുന്നത് കർത്താവിൻ്റെ കയ്യിലാണ്. സ്തോത്രം. അത് ദാവീദ് നല്ലോണം അറിയാം. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന ആമേൻ അഭിഷക്തന്മാരോട് ഒരു ദൂത് പറയട്ടെ. നമ്മുടെ താഴ്ചയിൽ നമ്മോട് കൂടെ നിൽക്കുന്നത് ആരാണോ അതാണ് ഉറ്റ സുഹൃത്ത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ആരാണോ നമ്മെ സഹായിക്കുന്നത് അതാണ് നമ്മുടെ ആമേൻ ഉറ്റ സുഹൃത്ത്. ഹല്ലേലൂയ. ആമേൻ. യേശു പറഞ്ഞില്ലേ, എൻ്റെ നാമനിമിത്തം പലരും നിങ്ങളെ ഉപേക്ഷിക്കും. ആമേൻ. അപ്പനോ അമ്മയോ സഹോദരനോ എല്ലാവരും നിങ്ങളെ വിട്ടു പോകും. പക്ഷെ ഈ നാമത്തിനകത്ത് വന്നിട്ട് നമ്മെ ഇന്നും നിർത്തിയിരിക്കുന്നെങ്കിൽ പറ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. ഇതിൻ്റെ ജീവിതത്തിൽ ഒത്തിരി വേദനകളും ബലഹീനതകളും തെറ്റുകളും സംഭവിച്ചു. ദാവീദ് അവിടെ എല്ലാം തെറ്റുകളും ഏറ്റുപറഞ്ഞ് ക്ഷമ പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ പശ്ചാത്താപത്തോടെ ഒരു നീണ്ട കുമ്പസാരത്തോടെ ദാവീദ് ദൈവസന്നിധി നിലവിളിയോടെ മടങ്ങി വന്നു. അതാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ രാത്രി കിടന്നുറങ്ങി, നീ എന്നെ ശോധന ചെയ്തു, പക്ഷെ ഒരു കുറ്റവും എന്നിൽ നിനക്ക് ആരോപിക്കുവാനില്ല. കാരണം അത്രമേൽ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകളെ അവൻ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. ഇന്ന് പകലിൽ കുറവിനെ കണ്ടുപിടിച്ച് ഏറ്റുപറയുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രഭാതത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ആമേൻ. ഒരു ഏറ്റുപറച്ചിൽ ഒരിക്കലും ഒരു
കുറവായി കാണരുത്. ഒരു ഏറ്റുപറച്ചിൽ ഒരിക്കലും ഒരു ബലഹീനതയായി കാണരുത്. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 8-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്കൊരു ദൂത് കാണാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പ്രവാചകനായിരിക്കുന്ന നോഹയോട് ദൈവം പറയുന്ന ഒരു ദൂത് ശ്രദ്ധിക്കണമേ. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയുടെ മേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. പെട്ടകത്തിനകത്ത് ആരാ ഇരിക്കുന്നത്? നോഹ മാത്രമാണോ? അല്ല. നോഹയോട് കൂടെ പെട്ടകത്തിനകത്തേക്ക് കയറാൻ പറഞ്ഞ മൃഗങ്ങളെല്ലാം ഉണ്ട്. ഇഴജാതികൾ, പക്ഷികൾ എല്ലാം ഈ പെട്ടകത്തിനകത്തുണ്ട്. മാത്രമല്ല നോഹയും കുടുംബവും അവരുടെ തലമുറകളും അതിനകത്തുണ്ട്. കണ്ടോ? ഇവിടെ നോക്കിയേ, സകലത്തെയും ദൈവം എന്ത് എന്നറിയാമോ? ഓർത്തു. നമ്മൾ എത്ര നന്മ ചെയ്താലും ഓർക്കാത്ത മനുഷ്യരാ നമുക്ക് ചുറ്റും. എത്ര നന്മ ചെയ്താലും ആ സമയത്ത് മാത്രം നമ്മെ ചേർത്ത് പിടിക്കും. അത് കഴിയുമ്പോൾ ഇരട്ടി ശക്തിയോടെ ആഞ്ഞടിക്കും അവര്. അതാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ. ആമേൻ. ദാവീദിന് നല്ലവണ്ണം അറിയാം. ആമേൻ. താൻ രാജാവാണ്. ഓരോ രാജ്യത്തിനും ചില ശൂന്യതകൾ വരുമ്പോൾ രാജാവല്ലേ, ആ അയൽ രാജ്യത്തെ അദ്ദേഹം സഹായിക്കും. പക്ഷേ ആ സഹായിച്ച് അവരൊരു ഗ്രിപ്പിലേക്ക് വരുമ്പോൾ ഇരട്ടി ശക്തിയോടെ ദാവീദിന്റെ മേൽ ആഞ്ഞടിക്കും. അത് ദാവീദിന് നല്ലവണ്ണം അറിയാം. അതാ ഇവിടെ നമ്മൾ വായിച്ചത്, ദൈവം നോഹയെ മാത്രമല്ല അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും എന്ത് ചെയ്തു? ദൈവം ഓർത്തു. ഇന്ന് പകൽ നമ്മൾ ചെയ്ത നന്മകൾ പോലും ആർക്കും ഓർക്കാൻ സമയമില്ല. ആമേൻ. എത്രത്തോളം നിന്ദിക്കാൻ കഴിയുമോ, ദുഷിക്കാൻ കഴിയുമോ, നാണം കെടുത്താൻ കഴിയുമോ, അതാണ് മനുഷ്യൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പ്രാർത്ഥിക്കുന്നതിനൊന്നും അവർക്ക് വിലയില്ല. അവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവന് നേരെ കുതികാൽ ഉയർത്തും. അതല്ലേ യേശു കർത്താവിൻ്റെ നേരെ മരുഭൂമിയിലായിരുന്നപ്പോഴും വനത്തിലായിരുന്നപ്പോഴും ശിഷ്യന്മാർക്കെല്ലാം ആഹാരം കൊടുത്തു. അല്ലേ? ഇസ്കറിയത്ത് യൂദയ്ക്ക് വരെ എല്ലാവർക്കും ആഹാരം കൊടുത്തു. പക്ഷേ ഒരവസരം വന്നപ്പോൾ യൂദ യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലേ? ഒരവസരം വന്നപ്പോൾ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലേ? നിന്റെ ജീവിതത്തിൽ ഒരു അവസരത്തിന് വേണ്ടി ശത്രു നോക്കിയിരിക്കുക, നിന്നെ തള്ളിപ്പറയാൻ. നിന്റെ ജീവിതത്തിൽ ഒരു അവസരം കാത്തിരിക്കുക ശത്രു. നിന്റെ ജീവിതത്തിൽ ഒരു അവസരത്തെ നോക്കിയിരിക്കുക, നിന്നെ തള്ളിപ്പറയാൻ, കുറ്റപ്പെടുത്താൻ, നിന്നെ അവഗണിക്കാൻ. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, 24-ാം വാക്യം പറയും, നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. പറ, ഇന്ന് രാവിലെ പാടിക്കോ. 136-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം മുതൽ 26-ാമത്തെ വാക്യം വരെ ഒരു പാട്ടായിട്ട് പാടിക്കോ. പ്രൈസ് ദി ലോർഡ്. ഭൂമിയെ വെള്ളത്തിന്റെ മേൽ വിരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടിക്കോ. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടിക്കോ. പകൽ വാഴാൻ സൂര്യനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്, രാത്രി വാഴാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്, മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ സംഗ്രഹിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പകൽക്കാല ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കർത്താവിന് എത്ര മഹത്വം കൊടുത്താലും മതി വരത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ ഓർത്തിരിക്കുന്നു. ആ യേശുവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ആമേൻ. നമ്മൾ വായിച്ച വേദാംശം ഇതാണ്: ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ള ദയയാണ്. ആർക്കും ഈ ദയയുടെ ആമേൻ മറവിൽ നിന്ന് നമ്മെ വലിച്ചു മാറ്റാൻ കഴിയത്തില്ല. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് പകലില് നിങ്ങളുടെ നടുവിലങ്ങ് ഇറങ്ങി വന്നിരിക്കുക. സ്തോത്രം. കൃപയിൽ പിന്നെയും പൊതിയണം, അത്ഭുതം ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.